നമസ്കാരം. സുരേഷ് ഗോപിക്കല്ല കുഴപ്പം, വോട്ട് ചെയ്ത് ജയിപ്പിച്ച തൃശ്ശൂർക്കാർക്കാണ്. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിൻ്റെ പ്രസ്താവനയാണ്. പ്രേക്ഷകർ കേട്ട് കാണും. മാത്രമല്ല, കാറിൻ്റെ പിന്നിൽ IPS എഴുതിയ തൊപ്പി വെച്ച് നടന്നു. അങ്ങനെ നിരവധി അനവധി പരിഹാസരൂപേണയുള്ള ആരോപണങ്ങളാണ് കെ.ബി. ഗണേഷ് കുമാർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ഉയർത്തിയത്. അദ്ദേഹം അതിന് വ്യക്തമായി മറുപടി പ്രാഥമികമായി പറഞ്ഞു കഴിഞ്ഞു. തുടർന്ന് അദ്ദേഹം അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് പറയുമായിരിക്കും. എന്തെങ്കിലും ആകട്ടെ, അവർ അടുത്ത സുഹൃത്തുക്കളാണ്, സിനിമയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ്. പക്ഷേ ഇതിനെ രാഷ്ട്രീയമായി കാണുമ്പോൾ കെ.ബി. ഗണേഷ് കുമാർ ആരാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം എന്താണ്, അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വലിയ ചർച്ചയാവുകയാണ്. അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചത് സരിതയുടെ മുൻ ഭർത്താവ് ബിജു നായരാണ് എന്ന തരത്തിലുള്ള ചില വാർത്തകൾ വന്നു. പക്ഷേ മുൻ ഭാര്യ യാമിനി തങ്കച്ചിയാണ് തന്നെ മർദ്ദിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് കെ.ബി. ഗണേഷ് കുമാർ ഈ വിഷയത്തോട് പ്രതികരിച്ചത്. മാത്രമല്ല, യാമിനി തങ്കച്ചിയുടെ പഴയ ഇൻ്റർവ്യൂ അടക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ കുത്തിപ്പൊക്കി അതിങ്ങനെ എല്ലാവരും കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരവസരത്തിൽ ഈ കുത്തിപ്പൊങ്ങിയ വാർത്തയ്ക്ക്, അല്ലെങ്കിൽ കുത്തിപ്പൊങ്ങിയ വിഷ്വലുകൾക്ക്, ദൃശ്യങ്ങൾക്ക് വലിയ പ്രാധാന്യം ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇതും ഒരു കുത്തിപ്പൊങ്ങിയ ദൃശ്യമാണ്. അതായത്, ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ മുൻ കോർഡിനേറ്റിംഗ് എഡിറ്റർ ജിമ്മി ജെയിംസുമായി കെ.ബി. ഗണേഷ് കുമാറിൻ്റെ പിതാവും അന്തരിച്ച രാഷ്ട്രീയ നേതാവും മുൻ മന്ത്രിയുമൊക്കെയായ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള സംസാരിക്കുന്നത്. ഇവർ അച്ഛനും മകനും തമ്മിൽ ഒട്ടും രസത്തിലല്ലായിരുന്നു എന്നും പിന്നീട് രസത്തിലായിരുന്നു എന്നും ചില സ്വത്തുവകകളൊക്കെ ഇദ്ദേഹത്തിൻ്റെ സഹോദരിമാർക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളുണ്ടായിരുന്നു എന്നുമൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു. എന്തായാലും കുത്തിപ്പൊങ്ങിയ ഈ വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മകനെക്കുറിച്ച് ഒരു പിതാവ് പറയുന്നതാണ് ഇത്. 2001 ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ, അങ്ങനെ വേണമല്ലോ അദ്ദേഹത്തെ വിളിക്കാൻ, ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി. ഇത് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഉന്നതാധികാര സമിതി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് പത്രത്തിനും ടിവിയിലൊക്കെ വന്നല്ലോ. പാർട്ടിയും പാർട്ടിയുടെ മന്ത്രിയും തമ്മിലുള്ള തർക്കം വിട്ടാലും ഒരു അച്ഛനും മകനും തമ്മിൽ പൊതുവേദിയിൽ, പൊതുമേഖലയിൽ ഇങ്ങനെ തർക്കങ്ങൾ ഉണ്ടാകുന്നത് ആശ്വാസകരമാണ്. അച്ഛനായി പോയതിനിപ്പോൾ എന്ത് ചെയ്യാനത്? എനിക്കിനിയിപ്പോൾ അച്ഛനല്ലെന്ന് പറയാനുള്ളൂ. പക്ഷേ അച്ഛനെന്നുള്ളതിനേക്കാൾ, മകനെന്നുള്ളതിനേക്കാൾ എനിക്ക് ഉത്തരവാദിത്വവും കടപ്പാടും എന്നെ ഞാനാക്കിയ എൻ്റെ ലക്ഷക്കണക്കിനുള്ള പാർട്ടി അംഗങ്ങളോടും പ്രവർത്തകരോടുമാണ്. മകനോടുള്ള കടമയേക്കാൾ കൂടുതൽ എന്നെ ഞാനാക്കിയവരോടാണ് എനിക്ക് കടമ. മകനോടുള്ള കടമ എൻ്റെ അച്ഛനും അമ്മയും തന്ന സ്വത്ത് കുറെ കൊടുത്തപ്പോൾ ഉണ്ടായിരുന്നു, അത് കുറെ കൊടുത്തിട്ടുണ്ട്. ഇല്ലെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. കൂടുതൽ സ്വത്ത് കൊടുക്കാഞ്ഞ എന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടി എൻ്റെ കയ്യിലുണ്ട്. അതോടുകൂടി മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വരും. അച്ഛനും മകനും എന്നുള്ള ബന്ധത്തെ പറ്റി എല്ലാവരും അറിയേണ്ടിയും വരും. അതിലേക്കൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, അതിലേക്കൊന്നും സർക്കാരുകൾ വരും പോകും. അതിനുശേഷം നിങ്ങൾ തമ്മിൽ ഇനിയും കണ്ടുമുട്ടേണ്ടവരാണ്. കണ്ടുമുട്ടുമെന്ന് ഇപ്പൊ പറയാനൊക്കെ എനിക്ക് അതിപ്പോൾ എനിക്ക് കണ്ടുമുട്ടണമെന്ന് ആഗ്രഹമില്ല. എനിക്ക് കണ്ടുമുട്ടണമെന്ന് ആഗ്രഹം. ഇങ്ങനെ ഒരു മകൻ മരിക്കുമ്പോൾ പോലും എന്നെ കാണാൻ വരണം എന്നെനിക്ക് ആഗ്രഹമില്ല. ഞാനാണ് മരിക്കുന്നതെങ്കിൽ ആഗ്രഹമില്ല. കാരണം എന്തിനാഗ്രഹം? ഞാൻ തിരുവനന്തപുരത്ത് കിടന്ന കാലത്ത് എന്നെ ജയിലിലിട്ടേക്ക് ഒരുപാട് തോന്നിവാസങ്ങൾ സ്വയം നടത്തി. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പാർട്ടി പ്രവർത്തകരുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ ഇറങ്ങിയത്. അത്രമാത്രം അവരെ അവഹേളിച്ചു ആ കാലഘട്ടങ്ങളിൽ. മകനായി പോയില്ലേ, എന്ത് ചെയ്യാനാണ്? മകൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാം അങ്ങ് സഹിക്കാനും അംഗീകരിക്കാനും പറ്റുമോ എന്നൊക്കെയാണ് ശ്രീ ആർ ബാലകൃഷ്ണപിള്ള ചോദിക്കുന്നത്. ഇപ്പോൾ മരണപ്പെട്ടു പോയ ഒരു നേതാവാണ് അദ്ദേഹം. വ്യക്തമായി തന്നെ ഒരു മാധ്യമത്തോട് പറഞ്ഞ കാര്യമാണ്, മാധ്യമപ്രവർത്തകനോട് പറഞ്ഞ കാര്യമാണ് ഇത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും ഏഷ്യാനെറ്റ് ന്യൂസ് അന്ന് തന്നെ അത് സംപ്രേഷണം ചെയ്തിരുന്നു. തുടർന്നിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇതിങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പാർട്ടിയെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ ഒരു പാർട്ടി സംവിധാനത്തെ ഇല്ലാതാക്കാൻ, ജനങ്ങളുമായി ഇടപെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു പാർട്ടിയെ എങ്ങനെ പാർട്ടിക്കിട്ട് പാരപണിയാം? പാർട്ടിക്ക് ഏറ്റവും, ഈ ബാലകൃഷ്ണപിള്ള ജയിലിൽ കിടന്ന സമയത്തൊക്കെ തന്നെ പാർട്ടിക്ക് ഏറ്റവും അനഭിമതമായ പല കാര്യങ്ങളും ചെയ്ത്, സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാം ചെയ്ത് ഒരു പാർട്ടിയെ തന്നെ, ഒരു സമൂഹത്തെ തന്നെ തകർക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് തൻ്റെ മകൻ എന്ന് ഹൃദയവേദനയോടെയാണ് ആർ ബാലകൃഷ്ണപിള്ള പ്രതികരിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ. ഈ വീഡിയോയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം,
5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ